നമസ്കാരം. ഡെമോക്രസിയാണ്. എല്ലാവർക്കും സ്വാഗതം. ഈ ലോകത്ത് ഇന്ന് ഏറ്റവും ആഹ്ലാദവാനായ രാഷ്ട്രീയക്കാരൻ ആരാണ്? ഒരു സംശയവും വേണ്ട. ഈ നിമിഷത്തിൽ പുളകിത ഗാത്രനായി നിൽക്കുന്ന ആ നേതാവ് തന്നെ സാക്ഷാൽ TJ ചന്ദ്രചൂഡൻ. ഷിബു ബേബി ജോണിന്റെ RSP-B മാതൃസംഘടനയാണെങ്കിലും ഷിബുവിന്റെ ബലത്തിൽ UDF-ലേക്ക് പോയ RSP-യിൽ ലയിച്ചു. വീട് വിട്ടുപോയ മകൻ തിരിച്ചു വന്നാൽ ഏത് ചന്ദ്രചൂഡനും സന്തോഷിച്ചു പോകില്ലേ? ഇന്നത്തെ ഈ സമ്മേളനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. ആ സന്തോഷം എന്ന് പറയുന്നത് ഒരു പ്രോഡിഗൽ സണ്ണിന്റെ തിരിച്ചുവരവാണ്. വീട് വിട്ടുപോയ ഒരു മകൻ തിരിച്ച് അമിത ആവേശത്തോടെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് കാണുമ്പോൾ ഏതൊരു കുടുംബാംഗമാണ് പുളകിത ഗാത്രനാകാത്തത്, ആനന്ദ തുന്നിലനാകാത്തത് എന്ന് നമുക്ക് ആലോചിക്കാം. ഞാൻ ഈ പാർട്ടിയുടെ ചരിത്രത്തെക്കുറിച്ചോ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചോ ഒന്നിനെ ഈ യോഗത്തിൽ സംസാരിക്കുന്നു. ഇനി ലയന സമ്മേളനമാണ്. കുടുംബനാഥനും ജനറൽ സെക്രട്ടറിയുമായ ചന്ദ്രചൂഡന്റെ സാന്നിധ്യത്തിൽ. ബംഗാളിൽ CPIM-ന്റെ ഒപ്പമാണെങ്കിലും ഇവിടെ കോൺഗ്രസിനൊപ്പം കൂടിയ RSP-ക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തെ കൈകാര്യം ചെയ്യാൻ ആരെയും പേടിക്കേണ്ടതില്ല. ഇനിയൊന്നും നോക്കാനില്ലാത്തതിനാൽ ആദ്യം മുതൽ തുടങ്ങാം. RSP-യെ ഏറ്റവും അധികം കളിയാക്കിയത് രാഷ്ട്രീയക്കാരൊന്നുമല്ലത്രേ, നടൻ മുകേഷാണ്. അതുകൊണ്ട് ഷിബു ബേബി ജോൺ മുകേഷിന്റെ മർമ്മം നോക്കി തിരിച്ചടിച്ച് ലയന സമ്മേളനം വാർത്താ പ്രധാനമാക്കി. ഒരു പാർട്ടിയെയും അധിക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് വേളയിൽ CPI-യുടെ പ്രതിനിധി എന്ന് പറയുന്ന എന്റെ സുഹൃത്താണ് എങ്കിൽ പോലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുകേഷ് എന്ന് പറയുന്ന നടൻ ഈ പ്രദേശത്തൊക്കെ വന്ന് നടന്ന് RSP-യെ ആക്ഷേപിക്കും. ഒരു ടൂറിസ്റ്റ് ബസ് കുറച്ച് ചെറുപ്പക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് പോവുകയാണ്. അതിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ബാനർ എന്ന് പറയുന്നത് ജോസഫിനെ കാണാൻ. പെട്ടെന്ന് വിചാരിച്ചു ഒരു തീർത്ഥാടന സംഘമായിരിക്കും. SN കോളേജിന് മുമ്പിലാണ് നടക്കുന്നത്. ഒരു തീർത്ഥാടന സംഘമായിരിക്കും. ജോസഫ് എന്ന് പറയുന്നത് സെന്റ് ജോസഫ് ആയിരിക്കും. പക്ഷെ ചോദിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് ഈ ബസ്സിലുള്ള ആരും തന്നെ ജോസഫ് ഗ്രൂപ്പിനെ ആരെയും കണ്ടിട്ടില്ല. അദ്ദേഹം എന്ന് പറഞ്ഞത് ഇടുക്കിക്കാര് RSP കാണാൻ, RSP-യെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അത് ബസ് പിടിച്ച് അവരെല്ലാം കൂടെ കൊല്ലത്തേക്ക് വന്ന് നീണ്ടാര പാലത്തിലേക്ക് വന്ന് RSP-യെ കാണാൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് വളരെ ഉല്ലാസത്തോടു കൂടി പോയപ്പോ കുണ്ടറ അടുത്ത് ഒരു ചെറിയ പാലമുണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. 2 ബസ്സുകൾ ഒന്നിച്ച് കിടക്കില്ല. അപ്പോൾ രണ്ടും ഒന്നിച്ച് കയറി. അപ്പൊ നിങ്ങൾ പുറകോട്ടിറക്കി, നിങ്ങൾ ബാക്കിലോട്ടിറക്കെന്ന് പറഞ്ഞ് ഡ്രൈവർമാർ തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരുന്നപ്പോൾ ബസ്സിനുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. മുകേഷേ, പ്രിയ സുഹൃത്തെ, നിങ്ങൾ എവിടെ പോകുന്നു? ടൂറിസ്റ്റുകളാണോ? അത് ഞങ്ങൾ കൊല്ലം വരെ പോവാണ്. അതെന്താണ്? ഞങ്ങള് RSP എന്ന് ഞങ്ങൾ കേട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. അങ്ങ് നല്ല കൊമേഡിയനാണ്. അങ്ങേറെ റോളുകൾ, എല്ലാ സിനിമയിലെ റോളുകൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ തൊടുപുഴയെന്ന് വരുവാ. അപ്പൊ ഞങ്ങൾ കൊല്ലത്ത് വന്ന് RSP-ക്കാരെ ഒന്ന് കണ്ടിട്ട് പോവാം. അയ്യോ, ഞങ്ങൾ ജോസഫ് ഗ്രൂപ്പിനെ കാണാൻ വേണ്ടി പോവാ അങ്ങോട്ട്. അപ്പൊ ചോദിച്ചു, നിങ്ങളുടെ ബസ്സിനകത്ത് ആരെങ്കിലും ജോസഫ് ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. നിങ്ങളെ ബസ്സിനകത്ത് ആരെങ്കിലും RSP ഉണ്ടോ? ഇല്ല. ഓ, അപ്പൊ പോയി തന്നെ ആവണമല്ലേ? മുകേഷേ, പ്രിയ സുഹൃത്തെ, അങ്ങ് നല്ല കൊമേഡിയനാണ്. അങ്ങേറെ റോളുകൾ, എല്ലാ സിനിമയിലെ റോളുകൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ അങ്ങേക്ക് അറിയാൻ വയ്യാത്ത മേഖലയിലേക്ക് കടന്നു വരരുത് എന്നുള്ള അഭ്യർത്ഥന ഈ സന്ദർഭത്തിലുണ്ട്. പറയാനാണെങ്കിൽ പണ്ട് പ്രേമനറിയാം, പണ്ട് ഇവിടുന്ന് ഒരു വണ്ടി വേറെ ഒരു അന്വേഷണമായി പോയതാണ്. ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അങ്ങോട്ട് പ്രേമേന്ദ്രൻ കണ്ണ് കാണിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താ? അവരെ കാണണമെങ്കിലും വണ്ടി പിടിച്ച് നമ്മളെ കാണണമെങ്കിൽ കൊല്ലത്ത് വന്നാലെങ്കിലും ഒരുമിച്ച് കാണാമല്ലോ. ഈ CPI എന്ന സാധനത്തിനെ കാണണമെങ്കിൽ ഈ വണ്ടി പിടിച്ച് എവിടെ പോയാൽ കാണാൻ നോക്കും? എവിടെ ഈ സാധനം ഉള്ളത്? നിങ്ങളെ ബസ്സിനകത്ത് ആരെങ്കിലും RSP ഉണ്ടോ? ഇല്ല. ഓ, അപ്പൊ പോയി തന്നെ ആവണമല്ലേ? ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ട് നമ്മുടെ അഭിമാനമായ പ്രേമേന്ദ്രൻ അവിടെ MP, CPI-ക്ക് ഉണ്ട് ഒരു MP. ഇതേ ഉള്ളു വ്യത്യാസം. സംഗതി ശരിയാണ്. CPI-ക്കും RSP-ക്കും പല സമാനതകളും ഉണ്ട്. മുകേഷിന് മറ്റൊരാൾ കൂടി മറുപടി പറയും. സാക്ഷാൽ NK പ്രേമചന്ദ്രൻ. വാക്കിലൂടെയല്ല, മുദ്രാവാക്യത്തിലൂടെ. ഞങ്ങൾ സിനിമ ഷൂട്ടിങ്ങിനിടയിൽ TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ പല സന്ദർഭങ്ങളിലും ഞാനൊരു സിനിമയിലും നാടകത്തിലും ഞാൻ അഭിനയിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്പ്രഷനാണ് പാവം പ്രേമേന്ദ്രൻ ഇടേണ്ടി വന്നിരിക്കുന്നത്. ഒരിക്കലും പ്രേമേന്ദ്രൻ ഒരു മോശപ്പെട്ട ആളല്ല. ഇൻകുലാബ് ഇൻകുലാബ് ഇൻകുലാബ്
എന്തൊക്കെയായാലും പ്രേമചന്ദ്രനും ഷിബുവും ഒന്നായി. സഹോദരങ്ങൾ ഒന്നിച്ചപ്പോൾ കുടുംബനാഥൻ ചന്ദ്രചൂഡൻ ചൂടൻ പ്രയോഗങ്ങളുമായി തന്നെ രംഗത്തെത്തി. പരനാറി, ചെറ്റ തുടങ്ങിയ പദങ്ങൾ പിണറായി വിജയൻ ഉപയോഗിച്ചു കഴിഞ്ഞതിനാലും അതിലും കാഠിന്യമേറിയ പദങ്ങൾ AKG സെന്ററിന്റെ ഡിക്ഷണറിയിൽ ഉണ്ടാകാൻ ഇടയില്ലാത്തതിനാലും ചന്ദ്രചൂഡൻ കനത്ത പ്രസംഗത്തിലൂടെ ലയന സമ്മേളനം കൊഴുപ്പിച്ചു. പാർട്ടി വളർന്ന് ആണും പെണ്ണും കെട്ടവരുടെ കൈകളിൽ ചെന്ന് വിട്ടപ്പോ മൂന്നാമതായി അല്ലേ? പുറകെ പോയി നോക്കി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഞാൻ തരംതാണ രീതിയിൽ സംസാരിക്കുന്നു എന്ന് കരുതരുത്. സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ കെൽപ്പില്ലാത്ത ഒരു പാർട്ടിയുടെ സെക്രട്ടറി RSP ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചോ പറയുക, 1 മണിക്കൂറൂടെ തന്നിട്ടേ ഞങ്ങളിത് സെറ്റിൽ ചെയ്ത് കൊടുക്കുമായിരുന്നു. നാണം വേണ്ടേ, മാനം വേണ്ടേ? കോമാളി വേഷം കെട്ടുന്നതിന് വേണ്ട ഒരു അതിന്, അത് വേഷത്തിൽ മാത്രമല്ല പറച്ചിലും കൂടെ ആയാലോ. വീട്ടിൽ ചില അമ്മമാർ പറയും, മോനെ അവനെ കണ്ടുപഠിക്കടാ, നല്ല പയ്യൻ, നല്ല ചെറുപ്പക്കാരൻ, നല്ലതേ പറയൂ, നല്ലതേ ചെയ്യൂ, നല്ല ശാന്തശീലനാണ്, വഴക്കിന് പോകുന്നില്ല, ക്രിമിനൽ കേസുകളിൽ പ്രതിയായില്ല, അവനെ പോലെ വാ. വേറെ ചില പെൺപിള്ളേര് തെറിച്ച് നടന്നാൽ തള്ളമാര് പറയും, ഇങ്ങനെ നടക്കല്ലേ, കുറച്ചുകൂടെ നേരാമണ്ണം മര്യാദയ്ക്ക് 4 ആൾ കണ്ടാൽ നല്ലത് പറയുന്ന രീതിയിൽ നടക്കുന്നു പെൺപിള്ളേരോടും പറയും. ഇവിടെ ഈ CPM കുടുംബങ്ങളിലെ അമ്മമാർ മക്കളോട് എന്ത് പറയണം? ആരെ കണ്ട് പഠിക്കാൻ പറയണം? ചന്ദ്രചൂഡൻ അങ്ങനെ അങ്ങ് സമാധാനിക്കേണ്ട. ഇതെല്ലാം കേട്ട പിണറായി വിജയനും പന്ന്യൻ രവീന്ദ്രനും ചെറ്റയ്ക്കും അപ്പുറത്തെ ചില പദങ്ങൾ തേടിപ്പോയിട്ടുണ്ടത്രേ. അവരുടെ നിഘണ്ടുക്കൾ വായിക്കാൻ നാളെ വരെ കാത്തിരിക്കുക. ഇനിയൊരു ഇടവേളയാണ്. അത് കഴിഞ്ഞ് വേഴാമ്പലിന്റെ ദുഃഖം. ദാഹജലത്തിന് വേണ്ടി ദാഹിക്കുന്ന വേഴാമ്പൽ ഒരു തുള്ളി വെള്ളം നൽകുന്നത് പോലുള്ള വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ. PT തോമസ് ഒരു വേദനിക്കുന്ന വ്യക്തി എന്നതിൽ കുറ്റപ്പെടുത്താൻ ഞാനില്ല.